ഈ രാസയ്യോ എന്നുള്ള പാട്ട് എങ്ങനെയാ ഭദ്രയുടെ അടുക്കിലേക്ക് എത്തിയത്? ഭദ്ര എങ്ങനെയാ അറിഞ്ഞത്? സമയത്ത് നമുക്ക് നാടൻ പാട്ട് കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ട് ആരോ കൊണ്ട് തന്നതാണ് പാട്ട്. അപ്പോൾ അത് കോമ്പറ്റീഷൻ ആകുമ്പോൾ കുറച്ച് ടഫ് പാട്ടായിരിക്കണമല്ലോ. അപ്പം അങ്ങനെ വന്ന പാട്ടാണത്. അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലർ ബാൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പാട്ട് ഓർമ്മ വന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം അത് അച്ഛനായിട്ട് ഓർമ്മിപ്പിച്ചു തന്നത്. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് തന്നെ ആ പാട്ട്. അപ്പം അച്ഛനാണ് ചോദിച്ചത് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന്. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഭദ്ര ഒരു മോളാണോ അതോ ഭദ്ര? അല്ല, ചേച്ചിയുണ്ട്. നിങ്ങൾ 2 പെൺകുട്ടികളാ? അതെ. ചേച്ചി ലക്ഷ്മി. ലക്ഷ്മി. ചേച്ചി പാടുവോ? ചേച്ചി ഇല്ല, ചേച്ചി ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ വരയ്ക്കലാണ് കൂടുതൽ. ശരി. അപ്പോൾ ഒരാൾ വരയ്ക്കുന്നു, ഒരാൾ പാടുന്നു. അപ്പോൾ വളരെ ബ്ലെസ്ഡ് ആയ അച്ഛനും അമ്മയാണ് അല്ലേ? സാർ അത് കൂടുന്നോ? ഏതാ? എന്നും പാടാമെന്നോ? ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട് പാടി സാർ പാടും, പാട്ട് ആസ്വദിക്കും, പാടും. ഞങ്ങൾ രണ്ടുപേരും ആസ്വാദനം മാത്രം. ഈ സുരേഷ് ഗോപിക്ക് എന്റെ വിവാഹമായിട്ടൊരു ബന്ധമുണ്ട് നികേഷേ. എന്റെ വിവാഹത്തിന്റെ വീഡിയോയിലേ മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാട്ടാ ഇട്ടിരിക്കുന്നത് അതിന്റെ തുടക്കത്തില്. ആ വീഡിയോയില്ലേ, അപ്പൊ സുരേഷ് ഗോപി വളരെ വിചിത്രമായി ഡാൻസ് ചെയ്തൊരു പാട്ടാ അത്. ഓർമ്മ, നിങ്ങൾ അത് സീൻ കണ്ടിട്ടില്ലേ? മൂപ്പര് കളിയാക്കപ്പെടുന്ന ഒരു ഡാൻസ് അല്ലേ അത്? മീനയുമായിട്ടുള്ളൊരു ഡാൻസ് സീനാ അല്ലെ? എന്നാ എന്റെ ഓർമ്മ അതാ, അങ്ങനെ അഭിനയിച്ചായിരുന്നു. ഞാനല്ല, സന്ധ്യയായിരുന്നു. ഈ മറ്റേ പെണ്ണിനെ ഒരുക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ എടുത്ത വീഡിയോയിലാണ് ആ പാട്ടുള്ളത്. എന്നാ ഞാൻ മിണ്ടുന്നില്ല. എന്തേ? നിങ്ങളാണല്ലോ സന്ധ്യയുടെ ബന്ധുവാണ് കേട്ടോ സുജയ. ഇവര് ബന്ധുക്കളാ. അപ്പൊ ഇനി ഞാൻ മിണ്ടില്ല. ഞാൻ ഉണ്ണിസാറിന്റെ വീട്ടുകാരുടെ വീഡിയോ അല്ലല്ല, സുരേഷ് ഗോപിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വിവാഹ ജീവിതത്തിൽ പ്രാധാന്യം വെളിപ്പെടുത്തൽ ഞാൻ നടത്തി. സ്മൃതി ഉണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട അതിനകത്ത് വീഡിയോയിലെ ആ വീഡിയോയിലെ തുടങ്ങുന്ന പാട്ട്, ഈ സന്ധ്യയെ ഒരുക്കുന്ന പാട്ടില് മണിമുറ്റത്താവണി പന്തൽ എന്നുള്ള പാട്ടാ സുരേഷ് ഗോപി പാടി. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ കാസറ്റിലും അതായിരിക്കും, ആ പാട്ടായിരിക്കും. നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ ഈ പെണ്ണിനെ ഒരുക്കുന്ന സമയത്തുള്ള പാട്ട് അതായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ കാസറ്റ് ഒന്നും ഇല്ല, ഇതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പാട്ടും ഇല്ല. അന്ന് ഷൂട്ട് ചെയ്തില്ലേ? ഇല്ല, ഷൂട്ട് ചെയ്തില്ല. നമ്മള് സ്ഥിരം ഈ ഷൂട്ടിലാണല്ലോ. അതിനിടയ്ക്ക് പോയി ഒന്ന് കല്യാണം കഴിച്ചു. അതിനിടയ്ക്ക് പോയി. ശരിക്കും എന്റെ കല്യാണത്തിന്റെ സമയത്തായിരുന്നു കോമൺവെൽത്ത് ഗെയിംസ്. അതുകൊണ്ട് 10 ദിവസമേ കല്യാണത്തിന് അവധി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ.